സംസാരിക്കുന്ന വല്യ ടീച്ചർ, രാജേഷ് പി കുട്ടൻ, സിനീഷ് തമ്പി, ശ്രീകാന്ത് ചെനോടി, വിനോദ് കെ വി, ജെറീന സഞ്ജയ്, പ്രിയപ്പെട്ട ജ്യോതീന്ദ്രേട്ടൻ, ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുന്ന ഇതിൻ്റെ അഡ്മിൻ പാനലിൻ്റെ പ്രിയപ്പെട്ട ലതീഷ്, നമ്മുടെ ഈ കൂട്ടായ്മയുടെ നല്ലൊരു സൗഹൃദ കൂട്ടായ്മയാണ് നമ്മുടെ നാദസ്വരം. എല്ലാവർക്കും അറിയാം. കൂടുതലായിട്ട് അതിനെപ്പോൾ പറഞ്ഞ് വർണ്ണിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. കാരണം ഇവിടെ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല. നമ്മുടെ പ്രോഗ്രാമിനാണ് നമ്മൾ കൂടുതലായിട്ട് ഒരു പ്രസക്തി നൽകേണ്ടത്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല. വന്നവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗത ഭാഷണം പറഞ്ഞ പോലെ ഞാനും ഒന്നും കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനം സ്വീകരിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന ഞാൻ ഇതിന്റെ സെക്രട്ടറി PV ജയകുമാറിനെ ആദരവോടെ ക്ഷണിക്കുകയാണ്. നമ്മുടെ പാട്ടുകളും പെർഫോമൻസും ഒക്കെ കേൾക്കാനും പരസ്പരം പരിചയപ്പെടാനും സൗഹൃദങ്ങൾ പുതുക്കാനും ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് ഞാൻ പിന്മാറാം. സംഗീതം എന്നത് തികച്ചും ദൈവികമായിട്ടുള്ള ഒരു കാര്യമാണ്. സ്നേഹമുള്ള മനസ്സുകളിൽ നിന്ന് മാത്രമേ സംഗീതം ഉത്ഭവിക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ നമ്മൾ വന്നിരിക്കുന്ന പലരും ഏതാണ്ട് ഒരു 75-80% ആൾക്കാർ ഇതുവരെ നേരിട്ട് കാണാത്ത ആൾക്കാരാണ്. എന്നാലും എത്രയോ വർഷത്തെ പരിചയമുള്ളതുപോലെ, വെറും മാസങ്ങൾക്കുള്ളിലുള്ള പരിചയം തന്നെ എത്രയോ വർഷത്തെ പരിചയം, ഒരു ജന്മത്തിൻ്റെ തന്നെ പരിചയമുള്ളതുപോലെ നമ്മളെ ആക്കി തീർത്തിരിക്കുകയാണ്. നാദസ്വരത്തിൻ്റെ ഈ മേന്മ തന്നെയാണ് നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ വിജയവും. കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. എല്ലാവരുടെയും പ്രോഗ്രാമുകൾ ഇപ്പം തന്നെ ഒരു 10-1/2 മണിക്കൂറോളം നമ്മൾ ലേറ്റായി പോയി. അതുകൊണ്ട് കൂടുതലൊന്നും പറയാതെ ഔദ്യോഗികമായിട്ട് ഇന്നത്തെ ഈ ചടങ്ങ്, ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചു പോകുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അതോടൊപ്പം ചെറിയ ഒരു നിർദ്ദേശം, മറ്റ് ഞാൻ കുറേ ഗ്രൂപ്പുകളിലുണ്ട്. ആ ഗ്രൂപ്പിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നമുക്കുള്ളത്. അതായത് സാധാരണ നമ്മൾ ഇത്തരം വാർഷികത്തിൽ പുറമേ നിന്നുള്ള ഏതെങ്കിലും ഒരു വിശിഷ്ട അതിഥിയെ നമ്മൾ ക്ഷണിക്കും. എന്നിട്ട് അദ്ദേഹം വരുന്നത് വരെ കാത്തു നിൽക്കും. ഒടുവിൽ അദ്ദേഹം വരുന്നതിന് മുമ്പും നമ്മൾ പരിപാടി തുടങ്ങേണ്ടി വരും. അങ്ങനെയൊന്നുള്ളതായ കാര്യങ്ങളിലൂടെ വേണ്ടി വരുന്നില്ല. നമ്മുടെ സംഘടനയുടെ സാരഥികൾ തന്നെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത് എന്ന് നമുക്ക് വളരെയധികം സന്തോഷത്തോടെ ഞാൻ നിങ്ങളോട് അഭിനന്ദനം അറിയിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മളിങ്ങനെ ഒരു വർഷം കഴിഞ്ഞിട്ട് ഒന്നിച്ച് ചേരുന്നതിന് പകരം ഒരു 2-3 മാസം കൂടുമ്പോൾ ഇങ്ങനെ ഒന്നിച്ച് ചേരാനുള്ള ഒരവസരം നമുക്ക് ഒരിക്കൽ കൂടെ എല്ലാവരും കൂടി ആലോചിച്ചിട്ട്, ഞാൻ ആകെ വല്ലാണ്ട് അകന്നു പോകുന്നുണ്ട്. നമ്മൾ ഈ ഗ്രൂപ്പിൽ കൂടെ നമ്മൾ ഇങ്ങനെ ബന്ധം പുതുക്കുന്നതാണ്. അത് ഇങ്ങനെയുള്ളതായ ഒരു വാർഷികം മാത്രമല്ലാണ്ട് കുറച്ച് അതൊരു ചെറിയൊരു നിർദ്ദേശം മാത്രമാണ്. നിങ്ങളുടെ എല്ലാ സന്ദർഭത്തിലും കുട്ടികളുടെ കലാപരിപാടികളും ഒക്കെ ഉണ്ട്. എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എനിക്ക് അവസരം തന്നതിന് നന്ദി, നമസ്കാരം. എല്ലാവിധ ആശംസകളും നേരിടും. നമ്മുടെ ഈ പരിപാടി അതിഗംഭീരമാക്കി തരണേന്ന് സഭേശ്വരനോട് പറഞ്ഞു. ഈ ഒരു പ്രോഗ്രാം അതിഗംഭീരമാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും പ്രോത്സാഹനം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും
ഈ ഒരു ദിവസത്തെ ആശംസകളായിരുന്നു. സുനീഷ് 8:45 എല്ലാവരും എത്തിയിട്ടുണ്ട്. കൂടുതൽ സംസാരിക്കാനുള്ള ഒരു വേദി തന്നെ നമ്മുടെ സംഘവാസനകൾ പരസ്പരം പങ്കുവെക്കാൻ പരിചയപ്പെടാനുള്ള ഒരു വേദിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ പ്രോഗ്രാമിന് എൻ്റെ എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു. വിഷ് യു ഓൾ സക്സസ്. ശ്രീകാന്ത് ചേട്ടൻ. പ്രസംഗത്തിന്റെ സമയമല്ല, നമ്മുടെ പെർഫോമൻസിന്റെ സമയമാണ്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം ഒന്ന് പറയാനുള്ളത്, ഇത്തരം ഒരു കൂട്ടായ്മയെ മറ്റ് ഇടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാവരെയും ഒരുമിപ്പിച്ച്, അതായത് മുള്ള്, മുരിക്കും, മൂർക്കും, അമ്പ്, അട്ട, മണ്ണട്ട, ചേരട്ട എല്ലാ സാധനങ്ങളെയും ഒരു കുടക്കീയിൽ നിർത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന എൻ്റെ അഡ്മിൻ പാനൽ ഷനീദിന് ഒരു ബിഗ് കയ്യടി കൊടുത്തുകൊണ്ട് ഞാൻ പാട്ടുകാരനെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ ഒരു പ്രാസംഗികനൊന്നുമില്ല. ഓക്കെ, എല്ലാവരും പറയാം. 1065 ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പൊ ആകെ ഉള്ളത് 2 ഗ്രൂപ്പിലാണ്. ഒന്ന് രാഷ്ട്രം, പിന്നെ നമ്മുടെ നാട്ടിലുള്ള മനുഷ്യരുടെ ഗ്രൂപ്പ്. കാരണം എല്ലാ ഗ്രൂപ്പിലും പൊളിറ്റിക്സും പിന്നെ ഈഗോവും എന്താ പറയാ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പ്രശ്നങ്ങളെല്ലാം ഗ്രൂപ്പ് എല്ലാ ഗ്രൂപ്പിലും നമ്മൾ കണ്ടുവരുന്നതാണ്. പക്ഷെ നാൽസരത്തിന് എന്താ പറയുക ഒരു ലക്ഷ്യം. ശരീരം താങ്ക് യു. മഹാജനങ്ങളെ, കൊച്ചുമക്കളെ, നാദസ്വരത്തിൻ്റെ പേരിൽ നമുക്ക് ഇന്ന് ഇവിടെ അടിച്ചു പൊളിക്കാം. ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. ഇത് അതിനുള്ള ഒരു വേദിയുമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇനിയും നല്ല ഐക്യത്തോടും സ്നേഹത്തോടും മുന്നോട്ട് പോകാനും പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാവിധ ആശംസകളും. നമ്മുടെ വാത്സര കുടുംബത്തിൻ്റെ 5ാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നാദസ്വരം 5ാം വാർഷികം ആഘോഷിക്കുകയാണ്. അപ്പോൾ 5ാമത്തെ വർഷമാണ് ഞാൻ ഇതിൽ ഭാഗവാക്കാവുന്നത്. ഇത്രയും ഒരു സ്നേഹമുള്ള ഒരുപാട് സഹോദരന്മാരെയും സഹോദരിമാരെയും എനിക്ക് ലഭിച്ച ഈ ഒരു കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ ഇത്രയും ഭംഗിയായിട്ട് ഈ നാദസ്വരം കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ലതീഷിനും അഡ്മിൻ ഷനീദിനും ഒരുപാട് ഒരുപാട് നന്ദി. സ്നേഹം നിങ്ങളെല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി. എല്ലാ ആശംസകളും. അങ്ങനെ നമ്മളെല്ലാവരും അത്രയും ആകാംക്ഷയോടെയും എന്നാ പറയണ്ടേ, ഒരുപാട് എക്സൈറ്റ്മെന്റോടെയും കാത്തിരുന്ന ഒരു ദിവസം വന്നെത്തി. 5ാം വാർഷികം ആഘോഷിക്കുന്ന നാദസ്വരത്തിന് എല്ലാവിധ ആശംസകളും നേരിടും. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഒരുപാട് സന്തോഷം. നേരത്തെ തൊട്ട് മുമ്പ് ഒരാൾ പറഞ്ഞ 5ാമത്തെ തവണയാണ് ഇവിടെ ആഘോഷിക്കാൻ വരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ആദ്യത്തെ വാർഷിക എന്ന അവസരത്തിൻ്റെ കൂടെ അതിൽ അതിയായ സന്തോഷമുണ്ട്. എന്നെ ഈ കുടുംബത്തിൽ കൂടെ കൊണ്ടുനടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അഡ്മിൻ പാനൽ ശനീദേട്ടനും രതീഷ് ചേട്ടനും എൻ്റെ സ്വന്തം ജ്യേഷ്ഠ സഹോദരൻ രാജേഷ് ചേട്ടനും എല്ലാം ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും മനോഹരമായ ഒരു വാർഷിക വാർത്തയാണ് ആശംസിച്ചുകൊണ്ട് നന്ദി. എന്ന് പറയുന്നത് നിസ്സാര നമ്പറല്ല അല്ലെ. പഞ്ചപ്രാണൻ പഞ്ചേന്ദ്രിയം എന്നൊക്കെ പറഞ്ഞ് കൂടുതലൊന്നും പറഞ്ഞില്ല. അപ്പൊ എല്ലാവർക്കും ആശംസകൾ. ഇതുമായി കൊണ്ടുനടക്കാന്ന് പറയുന്നത് ഇപ്പൊ ഉള്ള കാര്യമൊന്നുമല്ല. ഷനീദ്, സതീഷ്, അങ്ങനെ ഒരുപാട് പേര്, രാജേഷ്, നൈനമാമി, വിജയ് ചേച്ചി, എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാർ. ആരുടെയും പേരൊന്നും എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നവും. അപ്പൊ എല്ലാവിധ ആശംസകളും ഒന്നുകൂടി സമർപ്പിക്കുന്നു. ഇത്രയൊന്നും എനർജി പോരാട്ടോ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരോട്. നാദസ്വരം ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഒത്തിരി ഗ്രൂപ്പുകളിലുണ്ട്. പക്ഷെ ഇത്രയും ക്രൗഡായിട്ട് ഞാൻ ഒരു ഗ്രൂപ്പിൽ കണ്ടിട്ടില്ല. അതുപോലെ ശരീരത്തിന് ഞാൻ എന്നും ഒരു ബിഗ് സെലൂട്ട് കൊടുക്കും. ഓക്കെ, എല്ലാവിധ ആശംസകളും നേരുന്നു. നാദസ്വരത്തിൻ്റെ ഈ ഗ്രൂപ്പിലേക്ക് ഞാൻ വന്നിട്ട് ഏതാണ്ട് 3 വർഷം കഴിയുന്നു. 2ാമത്തെ ഒരു പരിപാടിയിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. എനിക്ക് ഒരുപാട് ഗ്രൂപ്പുണ്ട്, എല്ലാവരും പറയുന്നത് പോലെ തന്നെ എനിക്കുമുണ്ട്. പക്ഷേ ചിട്ടയായ ഒരു പ്രവർത്തനം നടത്തുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് ഈ ഗ്രൂപ്പിൽ ഞാൻ പങ്കെടുക്കുന്നത്. അതിൻ്റെ ഭാഗവാക്കായിട്ട് പങ്കെടുക്കുന്ന എല്ലാവരും എത്തിയിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷം. ഈ ഗ്രൂപ്പിന് എല്ലാവിധ
ആശംസ അർപ്പിക്കുന്നു. കൂടാതെ എനിക്ക് 1:40 എന്ന ഒരു യോഗയെ പറ്റി, അതായത് നിങ്ങളുടെ ആരോഗ്യം എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നതിനെ പറ്റി ഒരു ക്ലാസ് ഞാൻ എടുക്കുന്നതായിരിക്കും. എല്ലാവരും ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും ഗ്രൂപ്പിൽ ഞാനിപ്പോ വന്നിട്ട് 1 വർഷമായിരുന്നു. പക്ഷെ ഏറ്റവും മനോഹരമായി പെരുമാറാൻ കഴിയുന്ന, ഏറ്റവും നന്നായി ചിരിക്കുന്ന, തമ്മില് നല്ല സന്തോഷം പറയുന്ന, നല്ല പുഷ്പാന്വേഷണം നടന്ന ഏറ്റവും നല്ലൊരു ഗ്രൂപ്പ്. ഞാൻ ഒരുപാട് ഗ്രൂപ്പിലില്ല, പക്ഷെ എനിക്ക് കോമഡി പറയാനും ചിരിക്കാനും അതിനോടൊപ്പം പാട്ടോടാനാണ് ഇഷ്ടം. പിന്നെ എല്ലാവരോടും മിണ്ടാൻ, ഞാൻ പ്രായഭേദമന്യേ എല്ലാവരോടും മിണ്ടാൻ. ഒരുപാട് ഇഷ്ടം കുട്ടികളോടാണ്. പിന്നെ പാട്ട് ഇതുവരെ സീരിയസ് ആയിട്ടൊന്നും പാടിയിരുന്നില്ല. ഇപ്പൊ ഈ ഗ്രൂപ്പിൽ വന്നേ പിന്നെ എല്ലാവരും ഇങ്ങനെ പാടുമ്പോ ഇത് കൊള്ളലോ, എനിക്കും ഇങ്ങനെ പാടണമെന്ന് തോന്നിയില്ല. അപ്പൊ അടുത്ത വർഷം ഞാൻ കരോക്കെ പാടാൻ ഏറ്റവും നമ്മൾ ശ്രമിക്കും. എല്ലാവരും പരിപാടി പങ്കെടുക്കാനും ആസ്വദിക്കാനും വന്നതാണെന്ന് അറിയാം. അതുകൊണ്ട് എല്ലാവർക്കും ഗംഭീരമായ പരിപാടി നടത്താനുള്ള ആശംസകൾ. നാദസ്വരത്തിൽ പ്രത്യേകം ആശംസ. ഷനീദിനെ എന്താ പറയണ്ടേ, താങ്ക്സ്. ഇത്രയും നല്ലൊരു അഡ്മിനെ ഓൾറെഡി തോന്നില്ല. അത്രയും നല്ലൊരു അഡ്മിൻ, ഇത്രയും കോർഡിനേറ്റ് ചെയ്ത് പോകുന്ന ഒരു ഗ്രൂപ്പും, ഇത്രയും ആത്മാർത്ഥതയും സ്നേഹവും നിറഞ്ഞ ഓക്കെ. താങ്ക് യു ഓൾ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു സജീവൻ കോറ. ഞാനിപ്പോൾ താമസം കൂടാളിയാണ്. ഇന്ന് എല്ലാവരെയും ഇവിടെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആരും പരിചയപ്പെട്ടില്ല, വന്നതേ ഉള്ളൂ. പരിചയപ്പെടാം. പിന്നെ ഗ്രൂപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ഗ്രൂപ്പിൽ വേറെയുണ്ട്. പക്ഷെ ഇതുപോലൊരു ഗ്രൂപ്പ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. കാരണം എന്നും പറയാം, സ്റ്റിക്കർ ഇടാം, പോസ്റ്റർ ഇടാം, വീഡിയോസ് ഇടാം, ഒന്നിനും ഒരു കൺട്രോളിങ് ഇല്ല. എല്ലാവർക്കും നല്ലൊരു പരസ്പര കൂട്ടായ്മ പോകുന്ന നല്ലൊരു ഗ്രൂപ്പാണ്. ഓക്കെ, എല്ലാവരും വന്ന് സംസാരിക്കാൻ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്ററോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഓക്കെ. താങ്ക് യു. താങ്ക് യു. ഞാനിപ്പോൾ ഈ ഗ്രൂപ്പിൽ വന്നിട്ട് 1 year ആവുന്നേ ഉള്ളൂ. പക്ഷെ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു ഗ്രൂപ്പ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ പാടാനും, അതുപോലെ ഒരുപാട് എന്താ പറയുക സംസാരിക്കാനും പറ്റിയൊരു ഗ്രൂപ്പാണ്. എല്ലാവരെയും കണ്ടത് ഭയങ്കര സന്തോഷം. എല്ലാ പരിപാടിയും എൻജോയ് ചെയ്യാൻ എല്ലാവരും പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. 13ാം വാർഡ് മെമ്പറാണ് ഞാൻ. ഈ ഗ്രൂപ്പിൽ വന്നിട്ട് അവിടെ ആയിട്ടുള്ളൂ. അപ്പോൾ 5ാം വർഷത്തിലേക്ക് കടക്കുന്ന നാദസ്വരം ഗ്രൂപ്പിൽ എത്താൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നെ ഇതിലെ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്ത നരേഷ് നന്ദി പറയുന്നു. കാരണം ഒരുപാട് ഗ്രൂപ്പുണ്ട്. ജനപ്രതിനിധി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഗ്രൂപ്പുണ്ട്. പക്ഷെ പാട്ട് എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഒരുപാട് ഗ്രൂപ്പിലുണ്ടായാലും ഇത്ര നല്ല രീതിയിൽ പോകുന്ന ഒരു ഗ്രൂപ്പിൽ എനിക്ക് വരാൻ സാധിച്ചതിൽ നന്ദി പറയുന്നു. അതിന് ഇതിൻ്റെ ശരീരത്തിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ പ്രത്യേക എന്താ പറയുക, എല്ലാവരും പരിചയപ്പെടുന്നത്രേ. ഗ്രൂപ്പിൽ ഇങ്ങനെ കാണുന്നതേ ഉള്ളൂ, ആരും അധികം അറിയില്ല. എന്തായാലും പിന്നെ കുറച്ച് ആൾക്കാരായി. ഇപ്പം ജയകുമാറായിട്ടിനകത്ത് പ്രത്യേകം പിന്നെ എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരാൾ, പിന്നെ പ്രീഷ, അങ്ങനെ കുറച്ച് ആൾക്കാരെ ഇങ്ങനെ ഗ്രൂപ്പിലേക്ക് ആയുള്ളൂ. ഇനി എല്ലാവരും കൂടി ഇന്ന് ഒരു സൗഹൃദം പുതുക്കാൻ കൂടി ഈ അവസരം സാധിക്കട്ടെ എന്ന് കൂടി പറഞ്ഞതുകൊണ്ട് എല്ലാവിധ ആശംസകളും ഈ വർഷം നേരുന്നു. ഗ്രൂപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് സംഗീത ആർക്കാട് ഒരു വളർച്ച 5 വർഷം കാണുന്നു. ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം നല്ലൊരു പാട്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ ചടങ്ങ്, അതായത് നമ്മുടെ 5ാം വാർഷികവും സംഗീത അതിന് പ്രത്യേകം നന്ദി ഞാൻ പറയുന്നു. വന്നിട്ട് 2 വാക്ക് സംസാരിച്ചിരുന്നു. വേദിയിൽ നടക്കുന്നത് സീനിയർ സിറ്റിസൺ തന്നെ ഒന്ന് സനി ആലക്കാടാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വല്യ ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. നമ്മുടെ ഏറ്റവും സീനിയർ
പ്രിയപ്പെട്ട നമ്മുടെ ഗ്രൂപ്പിലെ മറ്റൊരു ശ്യാമള ടീച്ചർ. അടുത്ത രാജഗോപാൽ തൊടുപുഴ. ഇദ്ദേഹത്തെ ആദരിക്കുന്നത് ജ്യോതീന്ദ്രൻ. അനീഷ് മാണിക്കോട്. ആദരവ് നൽകുന്നത് ശ്രീകാന്ത് മാണിക്കോട്. പൊന്നപ്പഴ